കേരളത്തിൽ ആദ്യമായി ബേക്കറി വിഭവങ്ങൾ പരിചയപ്പെടുത്തിയത് തലശ്ശേരിക്കാരനായ മാമ്പള്ളി ബാപ്പു എന്ന പാചക വിദഗ്ധനാണ്. യുദ്ധകാലത്ത് ഭക്ഷണങ്ങൾ ഒരുപാട് നാൾ കേടാകാതിരിക്കുവാനായി വിദേശ ഭരണാധികാരികൾ നൽകിയ ചേരുവകൾ ചേർത്തുണ്ടാക്കിയ ബേക്കറി ഉൽപ്പന്നമാണ് പിന്നീട് പ്ലം കേക്കായി രൂപാന്തരം പ്രാപിച്ചത്. വിദേശത്ത് നിന്ന് പോലും ഏറെ ആസ്വാദകരുണ്ടായിരുന്ന ഈ കമ്പനിയായിരുന്നു അന്ന് ഭരണാധികാരമുണ്ടായിരുന്ന കൊച്ചി രാജവംശത്തിലും ബ്രെഡ് വിതരണം ചെയ്തിരുന്നത്. 1957 കമ്പനി മാറ്റിസ്ഥാപിച്ചു. കരുണാകരനും സഹോദരങ്ങളും തലശ്ശേരിയിലെ ഒരു കൂട്ടം തൊഴിലാളികളും കഠിന പരിശ്രമത്തിലൂടെ പടുത്തുയർത്തിയ കൊച്ചിൻ ബേക്കറിയുടെ തുടക്കം ഇങ്ങനെയായിരുന്നു. ഞാൻ കൊച്ചിൻ ബേക്കറിന്റെ MD MP രമേശ്. കൊച്ചിൻ ബേക്കറി 1939 എറണാകുളത്ത് കാൻസർ റോഡ് അവിടെയാണ് തുടക്കം. അച്ഛനും അവരുടെ നാല് ബ്രദേഴ്സ് കൂടി തുടങ്ങിയിട്ടുള്ളൊരു കടയാണ്. അവരുടെ അധ്വാനമാണ് അന്നത്തെ. പക്ഷെ നല്ല സാധനങ്ങൾ കൊടുക്കുക എന്ന് പറയുന്ന അവരുടെ നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. കൊച്ചിയിലുള്ളവർ മാത്രമല്ല, കൊച്ചിയിൽ നിന്ന് വെളിയിൽ വിദേശത്തു നിന്ന് വരുന്ന ആൾക്കാർ പോലും ഉണ്ടെങ്കിൽ അവിടുത്തെ ബ്രെഡ് കിട്ടാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ഫ്രാൻസിൽ നിന്നൊക്കെ ഷിപ്പ് വരുമ്പോൾ അവിടെ ടെലഗ്രാം അടിക്കും, ഇന്നേ ദിവസം ഷിപ്പ് തുറമുഖത്ത് വരും, അപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് ഇന്നേ ബ്രെഡുകൾ ഇത്ര എണ്ണം വീതം വേണം എന്നുള്ളത്. അത് കൊച്ചി രാജാവും അതേപോലെ തന്നെ അവിടെയുള്ള ബ്രെഡും മധുരപലഹാരങ്ങളും കൊണ്ടുപോകുന്നതാണ്. കടക്കൊരു പേരില്ലായിരുന്നു. അപ്പോൾ പേര് വേണം എന്നുള്ള പലരുടെയും നിർദ്ദേശം വന്നു. അപ്പോൾ എല്ലാവരും കൂടി ആലോചിച്ച് ഒരു പേരിടണം എന്ന്. അങ്ങനെ ആ നഗരത്തിൻ്റെ പേര് തന്നെ ആ ബേക്കറിക്ക് ഇട്ടതാണ്. ആ കൂടിയാലോചനയിൽ എനിക്ക് വൈക്കം മുഹമ്മദ് ബഷീറൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന് ശേഷം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെ ഒരിക്കൽ ഇതേപോലെ കൊച്ചി രാജാവിൻ്റെ അവിടെ പോയി ബ്രെഡ് മോശമാണെന്ന് രാജാവ് പറഞ്ഞ ബ്രെഡ് മോശമാണ്, അതുകൊണ്ട് കൊച്ചിൻ ബേക്കറിൻ്റെ ലൈസൻസ് കട്ട് ചെയ്തേക്കാൻ പറഞ്ഞു. പിന്നെ അന്നെന്നുണ്ടെങ്കിൽ മുഖം കാണിച്ച് സങ്കടം ബോധിപ്പിക്കാൻ ഒരവസരം കിട്ടും. ആ അവസരത്തിൽ ബോധിപ്പിച്ചതാണ് റേഷൻ കിട്ടിയിട്ടുള്ള മൈദേനെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഈ ബ്രെഡ്. അത് ബോധ്യപ്പെട്ട രാജാവ് രണ്ടാമത് ലൈസൻസ് തരികയാണ് ചെയ്തത്. അതുമാത്രമല്ല, കൊച്ചിൻ ബേക്കറിക്ക് സ്പെഷ്യൽ കോട്ട കൊടുക്കണം. അവിടെ ഇംഗ്ലീഷുകാരും അവരൊക്കെ വന്ന് സാധനം മേടിക്കുന്നതാണ്. അവരുടെ സാധനം മോശമാകാൻ പാടില്ല, അതുകൊണ്ട് സ്പെഷ്യൽ കോട്ട കൊടുക്കണം. അങ്ങനെയാണ് രണ്ടാമത് കൊച്ചിൻ ബേക്കറി കൊച്ചിൻ ബേക്കറി ആ ഒരു ഇതിനോടും കൂടി നിന്നു പോകേണ്ടതാണ്. പിന്നെ ജീവിതത്തിൽ അവരായിട്ടുള്ള ഉണ്ടാക്കുന്ന കുറേ ഇതുണ്ടെങ്കിൽ അച്ഛനും അവർ തന്നെയായിരുന്നു പ്രധാനമായിട്ടും അധ്വാനിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ. തലശ്ശേരിയിൽ നിന്നുള്ള കുറേ തൊഴിലാളികളും ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. മാമ്പള്ളി ബാപ്പുവാണ് ആദ്യം ബേക്കറി തുടങ്ങുന്നത്. എന്നുണ്ടെങ്കിൽ യുദ്ധകാലത്ത് ഭക്ഷണം കൊണ്ടുപോകാൻ നമ്മളെ അപ്പവും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല, അതുണ്ടെങ്കിൽ കേടായിപ്പോവും. അതിന് 1 മാസം 2 മാസം കേടാകാതെ നിൽക്കുന്ന ഒരു പ്രോഡക്റ്റ് വേണം. അങ്ങനെയാണ് ഈ ബിസ്ക്കറ്റ് കണ്ടുപിടിക്കുന്നത്. കറുപ്പത്തോട്ടം നടത്തിയിരുന്ന എൻ്റെ മാനേജറായിരുന്ന സാഹിബ് മൂപ്പറാണ് ആദ്യമായിട്ടൊരു കേക്ക് കൊണ്ടുപോയിട്ട് ബാപ്പുവിന് കൊടുത്തിട്ട് ബാപ്പുവിനോട് ചോദിക്കുകയാണ്, ഇതേപോലത്തെ ഇത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അവർക്ക് അതിനെപ്പറ്റി അത്ര ആ സമയത്തൊരു ജ്ഞാനമൊന്നും പറയാനില്ല. എന്നാലും അവർ തന്നെ പറഞ്ഞു കൊടുത്ത് ഏകദേശം ഒരു രൂപം കിട്ടി ഉണ്ടാക്കാം. ആ വെല്ലുവിളി ഏറ്റെടുത്തതാണ്. അങ്ങനെയാണ് ആദ്യത്തെ പ്ലം കേക്ക് 1823 ആദ്യത്തെ പ്ലം കേക്ക് ഇന്ത്യയിൽ ഇറങ്ങുന്നത്. ആ കേക്കിൽ ചേരുവകൾ പലതും പറയുന്ന സാഹിബ് തന്നെ കൊടുത്തതുണ്ട്. അപ്പോൾ അതിൽ ബ്രാൻഡിയൊക്കെ ചേർക്കേണ്ടതാണ്. പക്ഷേ ആ ബ്രാൻഡിയൊക്കെ മേടിക്കാനുള്ള സാമ്പത്തികത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ കൊണ്ടായിരിക്കും മൂപ്പർ കശുമാങ്ങേൻ്റെ വാറ്റാണ് അതിന് പകരം ചേർത്തത്.
പക്ഷേ സായിപ്പിന് അതൊരു പുതിയ രുചിയായിരുന്നു. അതുവരെ കഴിച്ചിട്ടില്ലാത്ത പ്ലം കേക്കിനൊരു പുതിയ രുചിയിലുള്ള ഒരു കേക്കായി അത് മാറി. സായിപ്പ് അത് കഴിച്ചോളാം തന്നെ പറഞ്ഞ് എക്സലൻറ്റ്. അതാണ് മമ്പള്ളി കുടുംബം അവരെല്ലാ ബേക്കറിയിലും ഈ കേക്കിനെ പറ്റി പറയുന്നുണ്ടെങ്കിൽ എക്സലൻറ്റ് കേക്ക്. 1934 കോഴിക്കോട് മോഡേൺ ബേക്കറി മുട്ടായി തെരുവിൽ മമ്പള്ളി ബാപ്പു ആദ്യം ബേക്കറി നടത്തിയിരുന്ന കാലത്ത് മരുമകൻ ഗോപാലൻ എന്ന് പറയുന്ന ആളാണ് പിന്നെ ഇത് നടത്തിയിരുന്നത്. ഗോപാലന് 11 മക്കളാണ്, 8 ആണും 3 പെണ്ണും. അങ്ങനെ മൂപ്പറുടെ മക്കളാണ് പിന്നെ കേരളത്തിൽ ഒരുമാതിരി എല്ലായിടത്തും ബേക്കറികൾ തുടങ്ങിയത്. പിന്നെ കൊച്ചിൻ ബേക്കറി എന്ന് പറയുന്നത് ഈ ഗോപാലൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ ഏടത്തിയുടെ മക്കളാണ്. ഏടത്തി നേരത്തെ മരിച്ചുപോയി. അതുകൊണ്ട് അനിയത്തി തന്നെയാണ് ഈ 6 മക്കളെ, ഈ 4 ആണും 2 പെണ്ണും അതിനെയും കൂടി ഒന്നിച്ച ഒരു വീട്ടിൽ നിന്നുള്ള രീതിയിൽ വളർന്നു വന്നവരാണ്. അവരാണ് എറണാകുളത്ത് വന്ന് കൊച്ചിൻ ബേക്കറി തുടങ്ങുന്നത്. പണ്ട് ബോട്ട് ജെട്ടിയും ബസ് സ്റ്റാൻഡും ഒക്കെ ഒരു സ്ഥലത്താണ്, കാൻഷൻ റോഡിൻ്റെ അറ്റത്താണ്. അവിടെ നിന്നുള്ള ആ ഒരു വഴിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അവിടെയാണ് കൊച്ചിൻ ബേക്കറി ആദ്യം തുടങ്ങിയത്. പിന്നെ MG റോഡിൽ, ഇന്ന് MG റോഡാണ് ഏറ്റവും വീതി കൂടിയ റോഡ് എന്നുള്ള രീതിയിൽ MG റോഡിൽ സ്ഥലം മേടിച്ച് അവിടെ ഒരു കൊച്ചിൻ 10 സെൻറ്റ് സ്ഥലത്ത് ഒരു കൊച്ചിൻ ബേക്കറി തുടങ്ങി. 1957 ഹൈക്കോടതി വരുന്നത്. അതിലത്തെ ആദ്യത്തെ ജസ്റ്റിസാണ് കൊച്ചിൻ ബേക്കറി ഉദ്ഘാടനം ചെയ്യുന്നത്. പക്ഷെ കൊച്ചിൻ ബേക്കറി പെട്ടെന്ന് പോപ്പുലറായി. MG റോഡ് ബ്ലോക്കാകുന്ന വകയിലാണ് കൊച്ചിൻ ബേക്കറി അങ്ങ് എല്ലാവരും അറിയപ്പെട്ട ഒരു സ്ഥാപനമായിട്ട് മാറിയത്. അതിൽ ഈ കൊച്ചിൻ ബേക്കറിയിൽ തന്നെ മൗണ്ട് ബാറ്റൻ പ്രഭുവിൻ്റെ മകളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് 3 അടി വലിപ്പമുള്ള ഒരു കേക്ക് വേണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ അച്ഛനാണ് അത് അന്ന് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിൽ വളർന്നു വന്നിട്ടുള്ള ഒരിതാണ്. ഞാനും ഈ കൊച്ചിൻ ബേക്കറിയിൽ നിന്നാണ് എൻ്റെ ജീവിതം തുടങ്ങുന്നതും ഞാൻ ഈ ബേക്കറി പണി പഠിച്ചതും ഒക്കെ. ബഷീറിൻ്റെ ഒളിവിലുള്ള കാലഘട്ടത്തിൽ കൊച്ചിൻ ബേക്കറി ഒരു സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷെ അതിനുശേഷം റോഡിൽ പുസ്തകം വിറ്റ് നടന്നിരുന്ന ഒരാളാണ് ശരിക്ക് ബഷീർ. ആ ബഷീറിന് ഒരു അലമാരി ഒരു സ്റ്റൂളും കൊടുത്ത് കൊച്ചിൻ ബേക്കറീൻ്റെ വരാന്തയിലേക്ക് മാറ്റി ആദ്യത്തെ സ്ഥാപനം ചെയ്തു കൊടുത്ത വല്യച്ഛനാണ്. ഇനി ഇവിടെ ഇരുന്ന് കച്ചവടം ചെയ്താൽ മതി എന്നും പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷമാണ് മൂപ്പര് ബോട്ട് ജെട്ടിയിൽ ഒരു കട തുടങ്ങുന്നത്. ഈ ബഷീർ അന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊച്ചിൻ ബേക്കറി കുടുംബത്തിൻ്റെ വലിയ ഒരു സുഹൃത്തെന്ന് പറഞ്ഞുകൂടാ, അതുണ്ടെങ്കിൽ ഒരു കുടുംബാംഗത്തിൻ്റെ മാതിരിയായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന് ഈ കട കൊച്ചിൻ ബേക്കറിയിലൊരു കട ഇരുന്ന് ചെയ്യാനായിട്ട് സൗകര്യം കൊടുത്തപ്പോൾ ആ കാലത്ത് ഒരുമാതിരി എല്ലാ ഈ സാഹിത്യകാരന്മാരും അവിടെ വരും. പിന്നെ ബഷീറിൻ്റെ അഡ്രസ്സ് എന്ന് പറയുന്നത് ബഷീർ കെയർ ഓഫ് കൊച്ചിൻ ബേക്കറി, അതായിരുന്നു അന്നത്തെ അഡ്രസ്സ്. അന്ന് MP പോള്, പിന്നെ ജി ശങ്കരപ്പിള്ള, തകഴി, അങ്ങനെയുള്ള ആ കാലഘട്ടത്തിലുള്ള ഒരുമാതിരി എല്ലാ ഒരു കടയിലാണ് വരിക ഈ ഇദ്ദേഹത്തെ കാണാൻ. എറണാകുളത്ത് അച്ഛൻ്റെ കൂടെയായിരുന്നു 13ാമത്തെ വയസ്സ് തൊട്ട് ബേക്കറി പഠിക്കാനുള്ള ആഗ്രഹത്തിൽ അച്ഛൻ്റെ കൂടെ കൂടിയതാണ്. 6-7 കൊല്ലത്തോളം അച്ഛൻ്റെ കൂടെ നിന്ന് ആ ബേക്കറീൻ്റെ ബാലപാഠങ്ങൾ മനസ്സിലാക്കി. അതിന് ശേഷം 15 കൊല്ലം മൂത്ത ഏട്ടൻ്റെ കൂടെ ചങ്ങനാശ്ശേരിയിലായിരുന്നു. ചങ്ങനാശ്ശേരി SB കോളേജിൻ്റെ അടുത്താണ് ബെസ്റ്റ് ബേക്കറി എന്ന് പറഞ്ഞിട്ടുള്ള, അവിടെയായിരുന്നു 15 കൊല്ലം. ആ 15 കൊല്ലത്തിലാണ് ജീവിതത്തിൻ്റെ മാറ്റങ്ങളൊക്കെ കുറേയൊക്കെ വന്നത്. അല്ലെങ്കിൽ ബേക്കറീനെ പറ്റിയിട്ടുള്ള ബേക്കറി പണി ജോലി
അത് മനസ്സിലാക്കിയത് മുഴുവനും ചങ്ങനാശ്ശേരി നിന്നാണ്. പിന്നെ ആ 15 കൊല്ലത്തിനിടയിൽ മധു എന്ന് പറഞ്ഞ എറണാകുളം വുഡ്ലാൻഡ്സ് ഹോട്ടലിൻ്റെ ഓണറാണ്, സ്വാമിയുടെ ഒരു മകൻ എൻ്റെ കൂടെ പഠിച്ച വന്നിട്ട് പറഞ്ഞ്, കോഴിക്കോട് നിൻ്റെ അടുത്തുള്ള പോലത്തെ സാധനങ്ങളൊന്നുമില്ല, കോഴിക്കോട് ഒരെണ്ണം തുടങ്ങിക്കൂടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തുടങ്ങാനുള്ള സാമ്പത്തികം എൻ്റെ അടുത്ത് തികയില്ല, നിൻ്റെ അടുത്തുള്ളത് എടുക്കുക, ബാക്കി ഞാൻ തരാം, പലിശയും തരണ്ട. 1986 കോഴിക്കോട് വരുന്നത്. എൻ്റെ ആദ്യത്തെ കട ഇനോഗ്രേഷൻ ചെയ്തു തരുന്നതും അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ 75ാമത്തെ ബർത്ത്ഡേ ആണ് അന്ന്. കോഴിക്കോടാണ് എനിക്ക് വളക്കൂറുള്ള മണ്ണ് കിട്ടിയത്. വളർച്ചയും തുടങ്ങുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് ആ കാലഘട്ടത്തിൽ എല്ലാം കല്യാണം എന്ന് പറഞ്ഞാൽ ബേക്കറി സാധനങ്ങളാണ് ഒരു ബോക്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഇവിടെയൊക്കെ എല്ലാം തലേ ദിവസം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഏർപ്പാടാണ്. ഞാനത് അന്നുണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. രാത്രി മുഴുവൻ ഉറക്കൊഴിയണം, എന്നാലും ഫ്രഷായിട്ടുള്ള സാധനങ്ങൾ എല്ലാവർക്കും കൊടുക്കുക. അതിൻ്റെ പേരിൽ തന്നെ ആണ് കോഴിക്കോട്ടിലെ ആൾക്കാർ എന്നെ സ്വീകരിച്ചതും എനിക്ക് അംഗീകാരങ്ങൾ തന്നതും. ക്രിസ്മസ് സമയത്ത് കുറേ അധികം വർക്കുണ്ട്. അപ്പോൾ ഈ കേക്കിൻ്റെ ബോക്സൊക്കെ മടക്കി ഇതാക്കി പെട്ടി മാതിരി ആക്കി കൊടുത്താൽ പാക്ക് ചെയ്യുന്നവർക്ക് എളുപ്പമുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടിയിട്ടൊക്കെ കടയിൽ ചെന്ന് നിൽക്കും. അപ്പോൾ കടയിൽ ചെന്ന് നിന്ന് കുറേ രാത്രി 12 മണിയാകുമ്പോൾ ക്രിസ്മസ് സമയത്ത് അച്ഛൻ വീട്ടിലോട്ട് പോരുള്ളൂ. വീട്ടിലോട്ട് പോയി കഴിയുമ്പോൾ ജോലിക്കാരടുത്ത് എന്നിട്ട് പറയും, ഒരെണ്ണം ചെയ്യാൻ നമുക്കൊരു ഇത് തരണം എന്നൊക്കെ പറയും. എന്നിട്ട് പിറ്റേ ദിവസമാണ് അമ്മയുടെ അടുത്ത് പറയുന്നത്, ഞാൻ ഇന്നലെ ചെയ്ത കേക്ക് വിറ്റുപോയിട്ടുണ്ട്. അതാണ് സന്തോഷം. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു കൈക്കൂലി കൊടുത്തിട്ട്, നമ്മളെ കടകളിലെ ജോലിക്കാർക്ക് തന്നെ കൈക്കൂലി കൊടുത്തിട്ടാണ് നമ്മളുണ്ടാക്കിയ ഒരു കേക്ക് വിൽക്കാനുള്ളൊരവസരം ഉണ്ടാക്കിയെടുക്കുന്നത്. പക്ഷേ പിന്നെ അച്ഛൻ തന്നെ 1-2 കൊല്ലമൊക്കെ കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞ്, നീ അവരുടെ അടുത്തുള്ള ആയുധമൊന്നും മേടിക്കണ്ട, ഞാൻ തരാം. ഒരു 5 ഇത് ചെയ്യാനുള്ള ഓരോ ഡെക്കറേഷൻ ചെയ്യാനുള്ള ടിമ്പിൾ അച്ഛൻ തരും. അപ്പോൾ പറയും, ന്യൂ ഇയർ കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കിയിട്ട് എൻ്റെ അടുത്ത് തിരിച്ചു തരണം എന്ന് പറയാം. അപ്പോൾ ന്യൂ ഇയർ കഴിഞ്ഞാൽ കഴുകി വൃത്തിയാക്കി അച്ഛൻ്റെ അടുത്ത് കൊണ്ടു കൊടുത്ത് അടുത്ത കൊല്ലം അത് കിട്ടും എനിക്ക്. പണ്ടുകാലത്ത് ബേക്കറി ഉൽപ്പന്നങ്ങൾ തയ്യാറാക്കിയിരുന്നത് ചുട്ട കട്ടയിൽ ചിരട്ട കത്തിച്ച് അതിന്റെ ചൂടുകൊണ്ടായിരുന്നു. ഇങ്ങനെ തയ്യാറാക്കുന്ന വിഭവങ്ങൾ സ്വാദേറിയതും ദീർഘനാൾ കേടുകൂടാതിരിക്കുകയും ചെയ്യുമായിരുന്നു. ഇത്തരത്തിലുള്ള ബേക്കറി ഉൽപ്പന്നങ്ങളായിരുന്നു കൊച്ചിൻ ബേക്കേഴ്സിന്റെ വളർച്ചയ്ക്ക് ആക്കം കൂട്ടിയത്. പണ്ടുള്ളതൊക്കെ ഓവൻ എന്ന് പറയുന്ന ചിരട്ട കത്തിച്ച് ഇഷ്ടികക്ക് ചൂട് പിടിപ്പിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഈ ബോറമ്മ എന്ന് പറയുന്ന സാധനം. ഇപ്പോൾ അത് ഗ്യാസിലുള്ളതുണ്ട്, ഡീസലിലുള്ളതുണ്ട്, ഇലക്ട്രിക്കലുള്ളതുണ്ട്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ഒരു രുചി വ്യത്യാസം ഈ ചിരട്ട കത്തിച്ചിട്ട് ഉണ്ടാക്കുന്ന ഓവനിൽ ബേക്ക് ചെയ്താൽ കിട്ടും. പ്ലം കേക്കിന് ലൈഫ് കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. എന്നാൽ ഒരു പ്രാവശ്യം പ്ലം കേക്ക് ഒരു ഓവനിൽ, ഇഷ്ടികേൻ്റെ ഒരു ഓവനിൽ വെച്ചാൽ 1.5 മണിക്കൂർ 1.25 മണിക്കൂറൊക്കെ അതിനകത്ത് നിൽക്കണം, എന്നാലാണ് ബേക്ക് ചെയ്ത് കിട്ടുക. പക്ഷെ അങ്ങനെ ബേക്ക് ചെയ്ത് കിട്ടുന്ന കേക്ക് ഒരു 3 മാസം 4 മാസം ഒന്നും കേടുവരില്ല. ഇതിന് പ്രിസർവേറ്റീവ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അംശമെല്ലാം പോകണം. അതേ സമയത്ത് കരിഞ്ഞു പോകാനും പാടില്ല. അങ്ങനെ ബേക്ക് ചെയ്യുക എന്നാണ് പണ്ട് കാലത്തുള്ളത്. അതേപോലെ തന്നെ ആ ഓവൻ്റെ മുകളിലൊരു തട്ടുണ്ട്. ആ തട്ടിൽ വെച്ചിട്ടാണ് ഞങ്ങൾ ബിസ്ക്കറ്റ് ഉണക്കിയെടുക്കുക. ബിസ്ക്കറ്റ് ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ബേക്ക് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ചായച്ച് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു രാത്രി മുഴുവൻ ഇതിൻ്റെ മുകളിൽ വെക്കും. എന്നിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴേക്കും വെള്ളത്തിൻ്റെ അംശം മുഴുവനും പോയിട്ടുണ്ടാവും. അതും 3 മാസം വരെ കേടൊന്നും വരില്ല, തണുപ്പടിക്കില്ല, ഒന്നുമില്ല, അങ്ങനെ നിൽക്കും. അങ്ങനെയാണ് ഞങ്ങളുടെ ബിസ്ക്കറ്റൊക്കെ ഞങ്ങൾ ഉണക്കിയെടുക്കുന്നത്. ചോദിച്ചാൽ അത് നഷ്ടമില്ലേ എന്ന് വെച്ചാൽ നഷ്ടമാണ്. അത്രയും പക്ഷെ വെള്ളത്തിൻ്റെ അംശമില്ല. മറ്റേലൊക്കെ വെള്ളത്തിൻ്റെ തൂക്കവും കൂടി ഈ ബിസ്ക്കറ്റിന് കിട്ടും. അത്രയും തൂക്കം നമുക്ക് ബിസ്ക്കറ്റിൽ കൂടുതൽ കിട്ടും. അങ്ങനെയൊക്കെ ഉണ്ട്. ഇതിന് തൂക്കം കുറഞ്ഞു പോകും, ഈ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ പോകുന്നതുകൊണ്ട്. പക്ഷെ അതൊക്കെയാണ് നമ്മൾ പഠിച്ച രീതി. അതുകൊണ്ടാണ് അങ്ങനത്തെ ചെയ്യുന്നതുകൊണ്ട് ലൈഫ് കിട്ടുന്നത്. ചങ്ങനാശ്ശേരിയിലും
എറണാകുളത്തൊക്കെ അങ്ങനെയാണ്. കോഴിക്കോട് വന്ന സമയത്തും അങ്ങനത്തെ ഒരു ഓവൻ എനിക്ക് വേണം എന്നുണ്ടായിരുന്നു. അങ്ങനത്തെ ഒരെണ്ണം പണിതു. തലശ്ശേരിയിൽ അതിന് എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാരുകൾ ഉണ്ട്. അവർ വന്നത് കെട്ടിത്തന്ന് എൻ്റെ അച്ഛൻ തന്നെയാണ് അതിൽ ആദ്യത്തെ തീയിട്ട് തന്നത്. ഇപ്പോഴും ഞാനത് പൊളിച്ചിട്ടില്ല. ധൈര്യമായിട്ട് വാങ്ങി കഴിക്കാവുന്ന ഒരു ബേക്കറി, ഒന്നിലൊരു കോംപ്രമൈസും ഇല്ല. നെയ്യ് കൊണ്ടുണ്ടാക്കുന്ന നെയ്വടയും അങ്ങനെ പല സാധനങ്ങളുണ്ടല്ലോ, ഒക്കെ കൃത്യമായിട്ട് അത് തന്നെ ചേർത്തുന്നത്, ഒരു ഇതുമില്ല. പക്ഷേ ബാക്കിയുള്ള ബേക്കറിയിൽ നിന്ന് ചിലപ്പോൾ കുറച്ച് വില അധികമാണ്, പക്ഷെ എന്നാലും ആളുകൾ ഇഷ്ടപ്പെടുന്നു. പക്ഷെ എന്നാലും ഞാൻ എപ്പോഴും അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിച്ച ഒരാളാണ്. നല്ല എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. പിന്നെ പൈസ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കലല്ല, ഏറ്റവും നല്ല സാധനങ്ങൾ നൽകിക്കൊണ്ട് ഹൈജീനായിട്ടുള്ള, അതൊക്കെയാണ് അതിൻ്റെ പ്രത്യേകത. ഞാൻ നേരിട്ട് കണ്ട് അനുഭവസ്ഥനാണ്, അതുകൊണ്ട് വേറെ ആരും പറഞ്ഞിട്ടല്ല. ആദ്യമൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു കസ്റ്റമർ എന്നുള്ളതിലൊക്കെയുള്ള ബന്ധമായിരുന്നു എങ്കിലും പിന്നീട് വളരെ അടുപ്പത്തിലും ആഴത്തിലുമുള്ള ബന്ധം അദ്ദേഹവുമായി സ്ഥാപിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതിനുള്ള കാരണം മറ്റൊന്നുമല്ല, അദ്ദേഹം എന്ന വ്യക്തിയുടെ വ്യക്തി പ്രഭാവം തന്നെയാണ്. അദ്ദേഹം വ്യത്യസ്തതയെ അല്ലെങ്കിൽ പുതുമയെ പ്രണയിക്കുന്നൊരു വ്യക്തി എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഓരോ വർഷവും ബേക്കറി ഉൽപ്പന്നങ്ങളിൽ പുതിയ പുതിയ പരീക്ഷണങ്ങൾ നടത്തുകയും പുതിയ വ്യത്യസ്ത തരത്തിലുള്ള കേക്കുകളും ബിസ്ക്കറ്റ്സും ഒക്കെ നിർമ്മിക്കുകയും അത് ജനങ്ങളിലേക്ക് അല്ലെങ്കിൽ ഉപഭോക്താക്കളിൽ എത്തിക്കുകയും വിജയം വരിക്കുകയും ചെയ്തിട്ടുള്ള ചരിത്രമാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്നും അത് അദ്ദേഹം തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ എന്നും പുതുമ ഈ ബേക്കറി രംഗത്ത് കൊണ്ടുവരികയും ബേക്കറി വ്യവസായത്തെ ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും ചെയ്ത ഒരു മഹത് വ്യക്തി അല്ലെങ്കിൽ ഒരു സംരംഭകനാണ് രമേശേട്ടൻ. രമേശേട്ടനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത്, അദ്ദേഹം നമ്മുടെ പുതുതലമുറക്ക് എന്നും ഊർജവും വഴികാട്ടിയുമാണ്, പ്രത്യേകിച്ച് സംരംഭകർക്ക് എന്നുള്ളതാണ്. എൻ്റെ റോൾ മോഡൽ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ തന്നെയാണ്. അച്ഛൻ്റെ എക്സ്പീരിയൻസ് ഒന്നും ചില്ലറയല്ല. അന്നുണ്ടെങ്കിൽ അച്ഛനായിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ജാപ്പനീസ് കേക്ക് ഉണ്ട്. 72 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടാണ് അച്ഛൻ ആ ഒരു ജാപ്പനീസ് കേക്കിന് ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുത്തത്. അത്രയും ക്ഷമയോടും കൂടി അത് ചെയ്യാൻ അച്ഛന് അല്ലാണ്ട് വേറെ ആർക്കും പറ്റൂല എന്നൊക്കെ ഞാൻ എപ്പോഴും വിചാരിക്കാറുണ്ട്. 1992 ഗീ കേക്ക് ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കുന്നത്. അത് ഇംഗ്ലീഷുകാരൊക്കെ കേക്ക് ഉണ്ടാക്കിയിരുന്നതൊക്കെ വനസ്പതി കൊണ്ടോ അല്ലെ വെണ്ണ കൊണ്ടോ ആയിരുന്നു. ഞാൻ പശു നെയ്യിൽ കേക്ക് ഉണ്ടാക്കിയതാണ്. ആ കേക്ക് കോഴിക്കോട് മാത്രമോ ഇല്ല, കേരളം മാത്രമല്ല, ദുബായിലാണെങ്കിലും ഓൾ വേൾഡ് ആ ഒരു കേക്കിന് ഇന്ന് വലിയ പ്രാധാന്യമാണ്. എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഇതാണ്. അത് ദുബായിൽ ഗീ കേക്കിൻ്റെ ബ്രാൻഡ് അംബാസഡർ ഞാനാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് എൻ്റെ ദുബായിൽ നിന്ന് എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ എല്ലാ ബേക്കറിക്കാരും അത് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഒരു വിശ്വാസം, ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ മറ്റുള്ളവർക്ക് ഉണ്ടാക്കിയാൽ ആവില്ല. അത് വേറൊന്നും കൊണ്ടല്ല, അത് ഒരു കൈപുണ്യം എന്ന് പറയുന്ന എനിക്കതിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ്. സത്യസന്ധമായിട്ടുള്ള ഒരു രീതിയിൽ ഞാൻ ഏതും കൈകാര്യം ചെയ്യുള്ളൂ. എനിക്ക് പ്രിസർവേറ്റീവ്സ് ചേർത്ത് കുറേ നാൾ വെച്ചിരുന്നിട്ട് വേണം വിൽക്കാൻ, അങ്ങനെയുള്ളൊരു ചിന്തയൊന്നുമില്ല. എത്രയും വേഗം ഉണ്ടാക്കുക, വേഗം വിൽക്കുക എന്നുള്ള പ്രിസർവേറ്റീവ്സിനോടൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അതുമാത്രമല്ല, ഉണ്ടാക്കുന്നതെല്ലാം ജനുവിനായിരിക്കണം. ചക്കേനെ കൊണ്ടുള്ള പ്രോഡക്റ്റ്, പേരക്കേനെ കൊണ്ടുള്ള പ്രോഡക്റ്റ്, മാങ്ങേനെ കൊണ്ടുള്ള പ്രോഡക്റ്റ്, പൈനാപ്പിളിനെ കൊണ്ടുള്ള പ്രോഡക്റ്റ്, ഇങ്ങനെയുള്ള ഓരോ രുചിയിലുള്ള പലഹാരങ്ങൾ എൻ്റെ കടയിലുണ്ട്. പക്ഷെ അതിനൊന്നും എസൻസ് അല്ല, എല്ലാം ഒറിജിനൽ എന്നുള്ള രീതിയിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ആ ഒരു രുചി, അത് കഴിച്ചാൽ ഒരാൾക്കൊരു അസുഖമോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. എന്നാൽ അച്ഛൻ പണ്ടേ പറയും, ആർക്ക് എന്ത് വേണോ നീ കൊടുത്തോ, മേടിക്കുന്ന ആൾ അറിയണം അയാൾ കാശ് കൊടുത്ത് മേടിച്ച സാധനം എന്താണെന്ന്. അത് പറഞ്ഞിട്ട് ആർക്കും എന്തും
നിനക്ക് വിൽക്കാം. ഞാൻ പണ്ട് കൈകൊണ്ട് റൊട്ടി കുഴച്ചിരുന്നൊരു കാലത്ത്, അന്ന് ഞാൻ കൈകൊണ്ട് റൊട്ടി കുഴക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു 4 പേര് നിന്ന് റൊട്ടി കുഴച്ചാൽ എൻ്റെ 2ാം സ്ഥാനത്ത് കുഴച്ച് ഞാൻ എത്തും. അപ്പോൾ അത് എന്തുകൊണ്ടാണ്, എന്നെക്കാളും സീനിയറായിട്ടുള്ള ആളൊക്കെയാണ് ഈ കൂടെ കുഴക്കുന്നത്. ഞാൻ പഠിക്കുകയാണ് അവരെ കൂടെ വരുന്നത്. അവസാനം ഒരിക്കലും അച്ഛനോട് ചോദിച്ച്, ഇതിങ്ങനെ ഞാനിങ്ങനെ കുഴച്ചിട്ട് പെട്ടെന്നാകുന്നുണ്ട്, അത് എന്തുകൊണ്ടായിരിക്കും? അപ്പോൾ എന്നോട് പറഞ്ഞ്, നിൻ്റെ ശരീരത്തിൻ്റെ ചൂടാണ് അതിന് കാരണം. അങ്ങനത്തെ ഒരു കാരണം പറഞ്ഞു തരാൻ അച്ഛനെ പറ്റുള്ളൂ എന്നാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. അങ്ങനെ ഈ ബേക്കറീൻ്റെ ഇതാക്കുന്ന സമയത്ത് അച്ഛനൊക്കെ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കി പഠിച്ച ഒരാളാണ്. വേറൊരാളെ ഞാൻ ബേക്കറി ഇതിൽ അംഗീകരിച്ച് സുധാകർ ഗുപ്ത എന്ന് പറഞ്ഞിട്ടൊരാളുണ്ട്. അങ്ങനെയാണ് ഇന്ത്യയിൽ തന്നെ പണ്ടൊരു ഡാൽഡ ഉണ്ടെങ്കിൽ ബേക്കറിയിലുള്ള എല്ലാ സാധനവും ഉണ്ടാക്കാം. ലഡു ഉണ്ടാക്കാം, ബിസ്ക്കറ്റും ഉണ്ടാക്കാം, കേക്കും ഉണ്ടാക്കാം, റൊട്ടിയും ഉണ്ടാക്കാം. റൊട്ടിക്ക് വേറെ, കേക്കിന് വേറെ, പപ്സിന് വേറെ, ബിസ്ക്കറ്റിന് വേറെ, അങ്ങനെ വനസ്പതി ഉണ്ടാക്കിയത് ഈ സുധാകർ ഗുപ്തയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും അതേപോലെ തന്നെ ഏത് സമയത്ത് ചെന്ന് നമുക്ക് എന്ത് സംശയവും ചോദിക്കാം. പണ്ട് സ്കൂളിൽ പഠിക്കുക ചേരുംപടി ചേർക്കുക എന്ന് പറയുന്ന ഒരു ഭാവമുണ്ട്. ഓരോന്ന് ചേരേണ്ട സമയത്ത് ഓരോന്ന് ചേരണം. അതാണ്. അങ്ങനെ ചേർന്നാൽ ആ ബിസ്ക്കറ്റ് ശരിയായി. അങ്ങനെ കാണിച്ചു തരാൻ പറ്റുന്ന ഒരാൾ അയാളാണ്. അങ്ങനെ 2 പേരെ ഞാൻ ബേക്കറീൻ്റെ ഗുരുനാഥന്മാരായിട്ട് കണക്കാക്കിയിട്ടുള്ളൂ. ഒരു കായിക പ്രേമി കൂടിയായ രമേശ് പഠനകാലത്ത് മികച്ചൊരു ഫുട്ബോളർ കൂടിയായിരുന്നു. തഴക്കവും പഴക്കവുമുള്ള ഒരു കൂട്ടം തൊഴിലാളികളുടെ കഠിനാധ്വാനമാണ് കൊച്ചിൻ ബേക്കറിയുടെ നിലനിൽപ്പ് എന്ന് വിശ്വസിക്കുന്നതിന് ഉദാഹരണമാണ് കഴിഞ്ഞ 35 വർഷമായി കൂടെയുള്ള കൃഷ്ണേട്ടൻ. കേരളത്തിനകത്തും പുറത്തുമായി പല പ്രമുഖ സ്ഥാപനങ്ങളിലും തൊഴിലെടുത്തിട്ടുള്ള കൃഷ്ണേട്ടൻ ഇദ്ദേഹത്തിന് ഗുരുസ്ഥാനീയനാണ്. ഏത് സംശയവും ദൂരീകരിക്കുവാൻ കഴിയുന്ന അപൂർവ സിദ്ധി കൃഷ്ണേട്ടനുണ്ടെന്ന് രമേശ് സമർത്ഥിക്കുന്നു. അതുപോലെ കഴിഞ്ഞ 30 വർഷമായി കൂടെയുള്ള പ്രേമൻ കാർത്തികേയൻ, ഷെഫ് സുരേഷ്, ഇവരെല്ലാം കൊച്ചിൻ ബേക്കറിയുടെ സ്വാദ് വിളമ്പുന്നതിന് ഊറ്റം കൊള്ളുന്നവരാണ്. കൂടെ പ്രവർത്തിക്കുന്നവരുടെ മനസ്സറിഞ്ഞ് നിലകൊള്ളുന്ന ഇദ്ദേഹം എല്ലാവർക്കും രമേശേട്ടനാണ്. തൊഴിലാളികൾക്ക് അദ്ദേഹം ഉടമയല്ല, ഉടയോനാണ് എന്നത് ഇതിൽ നിന്നും വ്യക്തമാണ്. പാരമ്പര്യമായി ലഭിച്ച രുചിയുടെ കൈപുണ്യം അർഹതപ്പെട്ടവർക്ക് പകർന്നു കൊടുക്കുവാനും രമേശ് സദാ സന്നദ്ധനാണ്. കേന്ദ്ര സർക്കാരിന്റെയും കേരള സർക്കാരിന്റെയും വിവിധ അക്കാദമിക സ്ഥാപനങ്ങളിൽ വിദ്യാർത്ഥികൾക്ക് അറിവ് പകരുവാനും ഇദ്ദേഹം പലകുറി തയ്യാറായിട്ടുണ്ട്. കോഴിക്കോട് വന്ന് കോഴിക്കോട് ഹിന്ദുസ്ഥാൻ ലിവർ ഈ കോമ്പറ്റീഷൻ വെക്കും. അപ്പോൾ കോമ്പറ്റീഷൻ വെക്കുമ്പോൾ ഞാനും പങ്കെടുക്കും. അതിൽ എല്ലാ കൊല്ലവും ഫസ്റ്റ് ഞാൻ മേടിച്ചിരുന്നു. 4ാമത്തെ കൊല്ലം അവർ കോമ്പറ്റീഷൻ വെച്ചത് തലശ്ശേരിയിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് വനസ്പതി വരുന്ന മുട്ടായി തെരുവിൽ ചെട്ടിയാരുണ്ട്. അയാൾ എന്നോട് വൈകുന്നേരം പറഞ്ഞ ഒരു ലോറിയറ്റ് അയക്കുക, എല്ലാ പ്രൈസും നിങ്ങൾക്കുള്ളതാണ്. അങ്ങനെ കുറേ പ്രൈസ് അവിടുന്ന് വന്ന് അന്ന് ഞാനും വൈഫും കൂടി ആലോചിച്ചതാണ്, ഇതെല്ലാം കൂടി നീളത്തിൽ വെച്ചിട്ട് വലിയൊരു കേക്ക് ഉണ്ടാക്കിയാൽ എന്താണ്. ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഒരു 104 അടി നീളമുള്ളൊരു കേക്ക്. അതിനു മുമ്പ് ഒരു പ്ലം കേക്ക് ചെയ്തിരുന്നു. അത് YMCയും റോട്ടറി ക്ലബും കൂടി പീസ് ഓൺ എർത്ത് എന്ന് പറഞ്ഞിട്ട് മാനാഞ്ചിറയിൽ കയറ് എല്ലാവരും കെട്ടി എല്ലാവരെയും കാണുക അവിടെ നിന്ന് ഡെക്കറേറ്റ് ചെയ്ത് വളരെയധികം കമൻസും കാര്യങ്ങളൊക്കെ വന്ന ഒരു കേക്കാണ്. പക്ഷെ അന്ന് ഈ പറയുന്ന ഒരു അവാർഡ് മേടിക്കേണ്ട അതിനെ പറ്റിയിട്ട് ഞാനും ചിന്തിച്ചിട്ടൊന്നുമില്ല. മൂർക്കോത്ത് കുമാരൻ എന്ന് പറഞ്ഞാൽ പണ്ടൊരാളുണ്ട്. അങ്ങേരുടെ മകൻ്റെ പേരും മൂർക്കോത്ത് കുമാരൻ തന്നെയാണ്. കുമാരേട്ടൻ വന്നിട്ട് പറഞ്ഞ് ഈ പ്രാവശ്യത്തെ കേക്കിൻ്റെ ആനിവേഴ്സറിക്ക് ഞങ്ങൾ 2 അടി നീളമുള്ള കേക്ക് ചെയ്തു. അപ്പം നിങ്ങളെ തന്നെ 2 അടിക്ക് നീളം, നിങ്ങൾക്ക് വലിയ കേക്ക് ചെയ്തുകൂടായിരുന്നു. അങ്ങനെ ഞാൻ വിചാരിച്ച് ഈ പ്രാവശ്യത്തെ ആനിവേഴ്സറി ഞാൻ ചെയ്യാം. അന്ന് ആണ് ഇന്ത്യയിൽ കേക്ക് ഉണ്ടാക്കിയതിൻ്റെ 129ാം വാർഷികം ആനിവേഴ്സറി. അത് തലശ്ശേരിയിൽ ചെയ്യുന്നത്. അത് 352 അടി നീളമുള്ള കേക്കാണ്. തലശ്ശേരി ടൗൺ ടോട്ടൽ ബന്ധായിപ്പോയ ഒരു പരിപാടിയായിരുന്നു. പഴയ രാജൻ കേസിലുള്ള പോലീസ് ഓഫീസറില്ലേ, അങ്ങേരൊക്കെ വന്ന് പെർമിഷൻ ചോദിച്ചാൽ ഒന്ന് കയറി കാണാനുള്ള ഒരു അവസരം തരണം ഞങ്ങൾക്ക്. തലശ്ശേരി ജഡ്ജ് വന്നിട്ട് ചോദിച്ചു, ഒന്ന് കയറി കാണാനുള്ള അവസരം തരണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആരും അത്രയും വലിയ കേക്ക് ആരും അതുവരെ കണ്ടിട്ടില്ല. പക്ഷേ ആ കേക്കിന് തലശ്ശേരിൻ്റെ ചരിത്രങ്ങൾ മുഴുവനും ആ കേക്കിൽ ആലേഖനം ചെയ്തിട്ടുള്ള ഒരു കേക്കാണ്. തലശ്ശേരിക്ക് ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു 3C എന്ന് പറയുന്ന നാടാണ് തലശ്ശേരി.
കേക്ക്, ക്രിക്കറ്റ്, സർക്കസ്. ഈ തലശ്ശേരിയിലെ കേക്ക് വെജിറ്റേറിയൻ കേക്കാണ്, എഗ്ലെസ്. ഒരു എഞ്ചിനീയറാണ് ഞാൻ. തലശ്ശേരിനെ പറ്റി എഴുതിയ ഒരു വിവരണം കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനെ ഫോണിൽ വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ് എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഡോക്ടറാണ്. ഞാൻ ചോദിച്ചാൽ എവിടെ നല്ല തലശ്ശേരിയിൽ ആരോട് ചോദിച്ചാലും അറിയും. പട്ടൊരു ഡോക്ടർ എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അങ്ങേരുടെ മകനും ഡോക്ടറാണ്, അതും പട്ടൊരു ഡോക്ടറാണ്. ഞാൻ ആ ഡോക്ടറെ മകനാണ്. ഞാൻ എഞ്ചിനീയറാണ്. ഞാൻ വെളിനാട്ടിലൊക്കെ ആയിരുന്നു. പക്ഷേ എനിക്ക് തലശ്ശേരിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും എനിക്കറിയുന്നത് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇന്നേ ദിവസം തലശ്ശേരിയിൽ വരണം, ഈ കേക്ക് കാണണം, കേക്ക് തിന്നണം എന്ന് പറഞ്ഞു. ഞാൻ വരാം, കാണാം, തിന്നില്ല. ഞാൻ വെച്ചാൽ എന്താ, ഞാനും പട്ടര് തന്നെയാണോ, ഞാൻ മുട്ടയൊന്നും ചേർത്തൊന്നും. ഞാൻ പറഞ്ഞു, നിങ്ങൾ മുട്ട ചേർത്ത് കഴിക്കേണ്ട, മുട്ട ചേർക്കാത്ത കേക്ക് കഴിക്കുക. എന്നാൽ നിങ്ങൾ വന്നോ, ഇത് മുട്ട ചേർക്കാത്ത കേക്കാണ്. അന്ന് ഞാൻ മനസ്സിൽ തീരുമാനിക്കുന്നതാണ്, അത് മുട്ട ചേർക്കാത്ത കേക്കാണ്, 352 അടി നീളമുള്ള കേക്ക്. അതിന് ഇതുവരെ ആരും ബീറ്റ് ചെയ്തിട്ടില്ല, ആരും ബീറ്റ് ചെയ്യാൻ ചാൻസ് കുറവാണ്. ഈ എഗ്ലെസ് കേക്കൊന്നും ആരും ഉണ്ടാക്കില്ല. പിന്നെ ഞാനൊരു പാഷൻ എന്നുള്ള രീതിയിൽ ഇതൊക്കെ അങ്ങോട്ട് ഉണ്ടാക്കുകയാണ്. തലശ്ശേരിയിൽ കേക്ക് ചെയ്യുന്നത് 8 മാസമാണ് ഞാൻ അതിന് സമയമെടുത്തത്. അവിടുത്തെ വിവരണങ്ങൾ എടുക്കാൻ. സർക്കസിനെ പറ്റി എടുക്കണം, ക്രിക്കറ്റിനെ പറ്റി എടുക്കണം, കേക്കിനെ പറ്റി എടുക്കണം. അത് 2ാമത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡാണ് എനിക്ക് തലശ്ശേരിയിൽ കിട്ടുന്നത്. ആദ്യത്തെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് 2006-ലാണ്. അത് എറണാകുളത്ത് വെച്ചാണ്. എറണാകുളത്ത് ദർബാർ ഹാൾ ഗ്രൗണ്ടിൽ. എറണാകുളത്തിൻ്റെ കാര്യങ്ങൾ മുഴുവനും ആ കേക്കിൽ കൊണ്ടുവന്ന് 217 അടി നീളമുള്ള കേക്കാണത്. അത് സാധാരണ കേക്ക്. അതിൽ നമ്മൾ ഇന്ത്യ ഭരിച്ച എല്ലാ പ്രസിഡൻറ്റുമാരും, പ്രധാനമന്ത്രിമാരും, കേരളം ഭരിച്ച മുഖ്യമന്ത്രിമാരും എല്ലാവരുടെയും പടങ്ങളും അതും ഇതൊക്കെ ഉണ്ട്. ഏറ്റവും അവസാനത്തെ പടം നമ്മളെ ഉണ്ടപ്പക്രുവണ്ടിയാണ്. അയാൾക്ക് അന്ന് ഇത് കിട്ടിയ സമയം, ഗിന്നസ് കിട്ടിയ അയാളുടെ പടവും അതിനകത്ത് വരുത്തി. അതുപോലെ തന്നെ പിന്നത്തെ അവാർഡ് എന്ന് പറയുന്ന തൃശ്ശൂർ, അത് ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് തന്നെയാണ്. 600 അടി നീളമുള്ള കേക്കാണ് അന്ന് അവിടെ ചെയ്തത്. അന്ന് തൃശ്ശൂരിൻ്റെ എല്ലാ ചരിത്രങ്ങളും വിശേഷപ്പെട്ടതെല്ലാം തൃശ്ശൂർ പൂരം വരെ ആ കേക്കിൽ. അന്ന് വന്ന ഗസ്റ്റിൽ മന്ത്രിയും കുഞ്ഞാലിക്കുട്ടി സാറ് ഇറങ്ങിപ്പോകാൻ നേരത്തെ പക്ഷേ എനിക്കതൊക്കെ ഒരു പുസ്തകത്തിലായിക്കോ, കുട്ടികൾക്ക് പഠിക്കാനും നല്ലല്ലോ, ആ കേക്കിലുള്ളതെല്ലാം ഒരു പുസ്തകത്തിലാക്കണം. അയാൾ അങ്ങേരെ നിർദ്ദേശം അതായിരുന്നു. തൃശ്ശൂരിലെ കേക്ക് ചെയ്തതിന് ശേഷം പിന്നെ ബേക്കറി അസോസിയേഷൻ ഒരു കേക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് അത് ഗിന്നസിനെയാണ് അവർ അതിനു വേണ്ടി ബ്രേക്ക് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൽ അതിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അതിൽ പങ്കെടുത്തു. അങ്ങനെ ആദ്യത്തെ ഗിന്നസ് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് ബേക്കറി അസോസിയേഷൻ മുഖേനയാണ്. അവർക്ക് വേണ്ടി ഒരു കേക്കിൽ അവരെല്ലാവരും കൂടി, തന്നെ തിരുവനന്തപുരം തൊട്ട് കാസർഗോഡ് വരെയുള്ള ബേക്കറിക്കാരെല്ലാവരും കൂടി ചേർന്ന് ചെയ്ത ഒരു കേക്കാണ്. ഏതാണ്ട് ഒരു 5 കിലോമീറ്ററിലധികം നീളമുള്ള കേക്കാണ്. അതിൽ പങ്കെടുത്ത വകയിൽ എനിക്ക് ആദ്യത്തെ ഗിന്നസ് കിട്ടി. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ് 9 എണ്ണമുണ്ട്. ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഒരു 15 ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട്. 15 ബെസ്റ്റ് ഓഫ് ഇന്ത്യ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ എല്ലാവർക്കും അറിയും തോന്നില്ല. ഉന്നക്കായി എന്ന് പറയുന്ന സാധനമൊക്കെ അതൊക്കെ ഒരു വിരലിൻ്റെ നീളമുള്ള സാധനമാണ്. തലശ്ശേരിക്കാരുടെ സ്നാക്സാണ്, വൈകുന്നേരത്തെ ഭക്ഷണം. അത് ഏറ്റവും വലിയ ഇത്ര നീളമുള്ള ഉന്നക്കായി ഉണ്ടാക്കി. പിന്നെ ചട്ടിപ്പത്തിരി ഏറ്റവും വലുത്, ഏതാണ്ട് 5-8 കിലോ തൂക്കം വരുന്ന ചട്ടിപ്പത്തിരി ഉണ്ടെങ്കിൽ കണ്ടാൽ ഒരു കേക്ക് മാതിരിയൊക്കെ തോന്നിക്കുന്നൊരു സാധനമാണ്. അത് ഏറ്റവും വലുത്. ഇറച്ചിപ്പത്തിരി അതേപോലെ തന്നെ ഏറ്റവും വലുത്. പിന്നെ ഏറ്റവും വലിയ പപ്സ് എന്ന് പറഞ്ഞെങ്കിൽ ഒരു 8 അടി നീളമുള്ള ഒറ്റ പീസായിട്ടുള്ള പപ്സ്. അതിൽ തന്നെ ഈ ബ്രെഡ് നിറച്ചത് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഉള്ളിൽ സ്റ്റഫ് ചെയ്ത ബ്രെഡ്. പിന്നെ ഇലയട, ഈ മേശേൻ്റെ അത്രയും നീളമുള്ള ഇലയടയാണ്. ഇലയട പുഴുങ്ങിയിട്ടും ഉണ്ടാക്കാം, ബേക്ക് ചെയ്തിട്ടും ഉണ്ടാക്കാം. ഞാൻ ബേക്ക് ചെയ്തുണ്ടാക്കിയത് ഒരു ഇലയട, 5 അടി നീളമുള്ള ഇലയട. അതിൽ തന്നെ പനീറിനെ കൊണ്ടുള്ള കേക്ക്, വെജിറ്റബിളിനെ കൊണ്ടുള്ള കേക്ക്,
മരത്തടിയൊക്കെ മുറിച്ചിട്ടാൽ ഉണ്ടാവില്ലേ, ഒരു മരം വെട്ടി നിലത്തിട്ടിട്ടുണ്ടെങ്കിൽ അതേപോലത്തെ ഒരു കേക്ക്. അത് പണ്ട് പറഞ്ഞാൽ ഈ ജാം റോള്, സ്വിസ് റോൾ എന്നൊക്കെ പറയുന്ന അതേപോലത്തെ ഒരു സാധനം കൊണ്ട് ഉണ്ടാക്കിയതാണ്. പിസ്സ, നിങ്ങൾ കണ്ടേക്കുന്ന പിസ്സ ഇങ്ങനെ വട്ടത്തിലുള്ള 7 ഇഞ്ച് വട്ടമുള്ള പിസ്സയൊക്കെയാണ്. 70 അടി നീളമുള്ള പിസ്സ അത് എൻ്റെതാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ പിസ്സ. എല്ലാം കൂടി ഒരു 15 അവാർഡ് 2 ദിവസം കൊണ്ട് മേടിച്ചു. ഒരു എക്സിബിഷനിൽ ആദ്യത്തെ ദിവസം ഇങ്ങനെ കുറേ സാധനം ഉണ്ടാക്കി 8 എണ്ണത്തിനന്ന് ബെസ്റ്റ് ഓഫ് ഇന്ത്യ കിട്ടി. പിറ്റേ ദിവസം 7 എണ്ണത്തിനും, അങ്ങനെ 15 ബെസ്റ്റ് ഓഫ് ഇന്ത്യ 2 ദിവസം കൊണ്ട് മേടിച്ചു. ഇനിയും ഒരു ഗിന്നസ് അവാർഡ് മേടിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം മാത്രമല്ല, അത് അങ്ങനെയായി സംഭവിക്കണം എന്ന് വിശ്വസിക്കുന്നു. കൊച്ചിൻ ബേക്കറി രമേശ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം ഞാനും തമ്മിലൊരു 35 കൊല്ലത്തോളമായിട്ടുള്ള ബന്ധം. ഷോപ്പ് ഇവിടെ തുടങ്ങിയ കാലം മുതൽ ഒരു സുഹൃത്ബന്ധം തുടങ്ങിയതാണ്. ബേക്കറി ബിസിനസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ തന്നെ മനസ്സിനിണങ്ങിയ ഒരു കസ്റ്റമർക്ക് എന്താണോ ആവശ്യം അതിനെ അനുകൂലിച്ചുകൊണ്ട് ഉണ്ടാക്കുന്ന, അത്രയും ക്വാളിറ്റിയിൽ ഉണ്ടാക്കുന്ന ഐറ്റംസാണ് അദ്ദേഹം ചെയ്യാറ്. അതിന് പലപ്പോഴും അതിൻ്റെ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ മാതിരിയുള്ള സുഹൃത്തുക്കളെ അദ്ദേഹം വിളിച്ച് ചെയ്യാറുണ്ട്. സാമൂഹ്യ സേവനം എന്ന് പറയുന്നതാണ് ബേക്കറി ബിസിനസ്സിനെക്കാട്ടും വലിയതായിട്ട് അദ്ദേഹം മനസ്സിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങൾ ആരോടും പറയാതെ വളരെ സൈലൻ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. രമേശ് ചേട്ടനും ഞാനും കോഴിക്കോട് ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ഡയറക്ടേഴ്സ് കൂടിയാണ്. ഒരു കുട്ടിയുടെ കല്യാണം ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൻ്റെ ഇതിൽ ചെയ്യുന്നുണ്ട് ഫ്രീ ആയിട്ട് കൊല്ലത്തിൽ. അതിൻ്റെ ആ കല്യാണം നടത്തിപ്പിൻ്റെ കൺവീനർ കൂടിയായിട്ട് എന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സുഹൃത്തിനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഓരോ കാര്യങ്ങളിലും എനിക്ക് വളരെയധികം അദ്ദേഹത്തെ പറ്റി പറയാൻ വളരെയധികം എന്താ പറയേണ്ട സന്തോഷമുള്ള ഒരു കാര്യമാണ്. അദ്ദേഹം ഞാനുമായിട്ട് 1976 മുതൽ ഉള്ള സ്നേഹബന്ധമാണ്. അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. ഒരിക്കലും ഞങ്ങൾ എന്നെ വണങ്ങിപ്പോയിട്ടോ ഇല്ല, എപ്പോഴും കണക്ക് തന്നെയാണുള്ളത്. അത്രയും നല്ലൊരു മനുഷ്യനാണ് അയാൾ. ശ്രീകണ്ഠേശ്വര ടെമ്പിളിൽ ഞങ്ങൾക്ക് ഡയറക്ടർ ബോർഡുണ്ട്. അപ്പോൾ ഡയറക്ടർ ബോർഡ് പറഞ്ഞു, ഇങ്ങനെ അത് ഒരു കുട്ടീൻ്റെ കല്യാണം കഴിച്ചു കൊടുക്കാൻ ഉള്ള ചിലവ് മുഴുവൻ ഞാൻ വഹിക്കാം. അങ്ങനെ എല്ലാ കൊല്ലവും എൻറോൺമെൻറ്റ് പ്രകാരം കല്യാണം കഴിച്ച് കൊടുക്കുന്നുണ്ട് അദ്ദേഹം. കുട്ടികളുടെ എല്ലാ ചിലവും വഹിച്ചുകൊണ്ട് പല ആളുകളും പങ്കെടുക്കാറുണ്ട്. ഞാനും പങ്കെടുത്തിട്ടുണ്ട്. 7 കൊല്ലമായിട്ട് തുടർന്ന് വരുന്നുണ്ട്. ഞങ്ങൾ എല്ലാം പങ്കെടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നടത്താറുള്ളത്. ഫാമിലി, ഞാൻ, ഭാര്യ, ഒരു മോള്, അതായിരുന്നു ഞങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത്. കുടുംബകാര്യത്തിൽ എന്ന പോലെ ബിസിനസ്സിലും ഭാര്യ ലവീനയുടെ പങ്ക് എടുത്തു പറയേണ്ടതാണ്. തന്റെ ജീവിത പങ്കാളിയുടെ ഓരോ ഉയർച്ചയിലും അഭിമാനത്തോടെ ശിരസ്സുയർത്തുകയാണ് ഈ വീട്ടമ്മ. ഫാമിലി മാനിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ലവിങ്, കെയറിങ്, വൈഫ് മാത്രമല്ല എല്ലാ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സും സ്റ്റാഫാണെങ്കിലും എല്ലാം അവരുടെ ഫാമിലീനെ പറ്റിയൊക്കെ അറിയുന്നൊരു മനുഷ്യനാണ്. എല്ലാം അറിയാൻ താല്പര്യവും അതിനുവേണ്ടി ശ്രമിക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ അവരെ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ മൂപ്പരെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ബിസിനസ് മാൻ ആണെങ്കിൽ ഈസ് എ പക്ക ബിസിനസ് മാൻ. അതിൽ വേറെ കോംപ്രമൈസ് ഒന്നുമില്ല. അതിൽ ഇപ്പം ഞങ്ങൾ വീട്ടിലുള്ള ഇപ്പോൾ വൈഫാണെങ്കിലും അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ബിസിനസ് വരുമ്പോൾ വൈഫാണെങ്കിൽ ആരും അത് കഴിഞ്ഞിട്ട് ബിസിനസ് കഴിഞ്ഞിട്ടേ ഉള്ളൂ മൂപ്പരെ ഇതിൽ. അതിലൊരു കോംപ്രമൈസും ഇല്ല, ഒന്നുമില്ല. തെറ്റ് പറയേണ്ട സ്ഥലത്ത് തെറ്റാന്ന് തന്നെ പറയും. അത് ആര് തന്നെയാണെങ്കിലും പറയും. ശരിയാണെങ്കിൽ ഏറ്റവും താഴെ തട്ടിലുള്ള ആളാണെങ്കിലും അവരെ റെക്കഗ്നൈസ് ചെയ്യും, താങ്ക്സ് പറയാൻ, അതിനൊക്കെ നിൽക്കാൻ ഒരു താല്പര്യം കാണിക്കും. അത് ചെയ്തിരിക്കും. അതൊരു നല്ലോണം ശ്രദ്ധിക്കുന്നതാണ്.
പിന്നെ എന്നും മനസ്സിൽ ഭയങ്കര ഇന്നോവേഷൻ, അത് വേണം എന്നുള്ളൊരിതാണ്. എപ്പോഴും ബ്രെയിൻ എപ്പോഴും അതിന് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇന്നോവേഷൻ. പിന്നെ എവിടെയെങ്കിലും പോയാൽ എന്തെങ്കിലും കാണാൻ താല്പര്യം കാണിക്കും. അവിടെ നിന്നൊക്കെ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്ന, നല്ലത് എടുക്കാൻ പറ്റുന്ന, അതൊക്കെ ഓൾവേസ് ഓപ്പണാണ്. ബ്രെയിനും കണ്ണും എപ്പോൾ നോക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് ഓപ്പണാണ്. ഞങ്ങൾ ചിലപ്പം ഒരു സ്ഥലത്ത് പോയാൽ ഞങ്ങൾ അതിനൊന്ന് എൻജോയ് ചെയ്യുന്നതിൻ്റെ ഇടക്കൂട്ട് ഇതൊക്കെ ഇങ്ങനെ വലിച്ചുകൊണ്ട് നിൽക്കും. വേണ്ടുന്നതും വേണ്ടാത്തതൊക്കെ. അങ്ങനെ ഏതൊക്കെയാണ് വേണ്ടാത്തത് അത് ഒഴിവാക്കണം, അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ അതിനെ കുറച്ചും കൂടി നന്നാക്കാൻ പറ്റും. എപ്പോഴും ബ്രെയിൻ അതുപോലെ ഒരു വർക്കിംഗ് പേഴ്സണാണ്. അവർ മംഗലാപുരത്താണ് അവർ ജനിച്ചു വളർന്നതൊക്കെ. തലശ്ശേരിക്കാർ തന്നെയാണ്. എൻ്റെ അച്ഛൻ്റെ തറവാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവരുടെയും വീട്. ഇതൊക്കെ ഒരു യോഗമാണ്. പിന്നെ ഇവിടെ വന്ന് എൻ്റെ കൂടെ കൂടിയപ്പോൾ എൻ്റെ ബേക്കറിയിലേക്ക് ആവശ്യമുള്ള പല സാധനങ്ങളും അവളുടെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഇപ്പോഴും അത് നടന്നുകൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് 2 കൊല്ലം കഴിഞ്ഞപ്പോൾ ഒരു കട തുറന്ന്, അപ്പോൾ അവിടെ കലത്തപ്പം എന്ന് പറയുന്ന ഒരു സാധനം, അത് വനിതയിലൊക്കെ വന്നിട്ടുള്ളതാണ് ആ കലത്തപ്പത്തിനെ പറ്റിയിട്ടുള്ളത്. അത് വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിരുന്നതാണ്. അത് മേടിക്കാൻ വരുന്ന ആൾക്കാരിൽ പ്രധാനികൾ ഒന്ന് സുരേഷ് ഗോപി, ജയറാം, ഷാജി കൈലാസ്, പിന്നെ മണിയമ്പിള്ള രാജു, പിന്നെ രേവതി, സുകുമാരി അമ്മ, അവരൊക്കെ എൻ്റെ ഗീ കേക്കിൻ്റെ ആൾക്കാരാണ്. സിനിമാക്കാരെ എല്ലാവരെയും എൻ്റെ പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുന്നത് ദാമോദരൻ മാഷ്, ടി ദാമോദരൻ കഥ എഴുതിയിരുന്നത് മൂപ്പറാണ് എൻ്റെ പ്രോഡക്റ്റ് സിനിമാക്കാരെ പരിചയപ്പെടുത്തുന്നത്. കട തുറക്കാൻ ചെന്ന് നോക്കുമ്പോൾ ഷാജി കൈലാസ് കടയിലിങ്ങനെ ഞാൻ ഇങ്ങനെ നല്ല പരിചയമുണ്ടല്ലോ, ഇത് ആരാ. അപ്പോൾ അനിയൻ പറഞ്ഞത് ഷാജി കൈലാസാണ്, കലത്തപ്പത്തിന് കാത്തുക്കുകയാണ്. പിന്നെ എപ്പോഴും എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ അനിയത്തിയുടെ മകനുണ്ട് രാകേഷ്. അവനാണ് ഏറ്റവും വലിയ സപ്പോർട്ടായിട്ട് നമ്മളെ കൂടെ ഉള്ളത്. ഈ സൗകര്യങ്ങളൊക്കെ നമുക്ക് തരുമ്പോൾ നമുക്കൊരു പുറകിൽ നിന്നുള്ള ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് രാകേഷും കൂടിയാണ്. എനിക്കങ്ങനെ ഫുഡ് ബിസിനസ്സിനെ പറ്റി വലിയ ഇതില്ല. പക്ഷെ ഞങ്ങൾ വീട്ടിലൊക്കെ ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ പറയുമ്പോൾ അപ്പം ചിലതൊക്കെ പറയും, അത് ഇപ്പോൾ വീട്ടിൽ ചെയ്യുന്നതാണെങ്കിലേ പറ്റുള്ളൂ, അത് ഒരു ബിസിനസ് കമേഴ്ഷ്യലായിട്ട് ചെയ്യുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത്, അത് കുറച്ചും കൂടി ഞങ്ങൾ തിരക്ക് കൂടുന്ന അതിനൊക്കെ നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ അത് ഈ രീതിയിലൊക്കെ അങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കുറേയൊക്കെ. ഞാനും അങ്ങനെ വലിയ ഇതിൽ വേണ്ടി ചെയ്ത് നോക്കിയതല്ല, ചെറിയൊരു ഹോബിയിൽ ഇങ്ങനെ ഓരോന്നൊക്കെ വീട്ടിൽ നിന്ന് ചെയ്യും. പക്ഷെ അത് വലിയ ലാർജ് സ്കെയിലായിപ്പോയി. പിന്നെ അങ്ങനെ ലക്കോ എന്തോ അറിയില്ല. മോള് വന്നതിന് ശേഷമാണ് ഈ അവാർഡുകൾ കിട്ടുന്ന മുഴുവനും. എല്ലാ അവാർഡുകൾക്കും തുടക്കം കുറിച്ച് തന്നത് അവളാണ്. അവളുടെ പേരിൽ ഇന്നും ഞാൻ കഴിഞ്ഞ 7 കൊല്ലമായിട്ട്, അവൾ മരിച്ചിട്ട് ഇപ്പോൾ 7 കൊല്ലമായി, 7 കൊല്ലമായിട്ടും അമ്പലമാണ് അത് ചെയ്യുന്നത്, ഒരു സപ്പോർട്ട് ഞാനും കൊടുക്കുന്നു എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ അർഹതപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കല്യാണം നടത്തി കൊടുക്കുക, അത് അമ്പലം നടത്തി കൊടുക്കും. അതിന് ഞാൻ സ്പോൺസർ ചെയ്യുന്നതാണ്. അതിങ്ങനെ കഴിഞ്ഞ 7 കൊല്ലമായിട്ട് നടക്കുന്നുണ്ട്. പലരും അതിന് വലിയൊരു അംഗീകാരമുണ്ട്. പക്ഷേ ഞാനത് അന്ന് പറയുന്ന സമയത്ത്, അന്ന് തോട്ടത്തിൽ രവീന്ദ്രൻ മേയറായിരുന്നു. ഞാൻ പറഞ്ഞു, ഇങ്ങനെ രവിയേട്ടൻ ഇങ്ങനെ ഒരു നീ നടത്തിക്കൊടോ, പ്രസിഡൻറ്റിനോട് ഞാനും പറഞ്ഞോളാം, എല്ലാ കൊല്ലവും കല്യാണത്തിന് ഞാൻ വരും. 7 കല്യാണത്തിനും രവിയേട്ടൻ വന്നിട്ടുണ്ട്. മോളെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ മകളല്ല, ഞാൻ എടുത്തു വളർത്തുന്ന മകളാണ്. പക്ഷേ അവൾക്ക് സുഖമില്ലാണ്ടായി, പെട്ടെന്ന് ഉള്ള ഒരു ഇതിൽ മരിച്ചു പോവുകയായിരുന്നു. പിന്നെ ഒന്നും പറയാൻ അവൾക്ക് സാധിക്കില്ല, അങ്ങനത്തെ ഒരു കുട്ടിയാണ്. അത് മോള് പോയപ്പം അവൾ ഒരു സുഖമില്ലാത്തൊരു മോളായിരുന്നു. അവൾ ഈ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ നിന്ന് ഒരു 12 വയസ്സ് വരെ അവൾ ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്കൊരാഗ്രഹമായിരുന്നു അവളെ ഒന്ന് പുറം ലോകം അറിയണം എന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞത്, എന്നും അവളെ ഒന്ന് അറിയണം. അവളുടെ പേര് അമ്മ, എൻ്റെ മദർ ഇൻ ലോന് ഞങ്ങൾക്കൊരു കുട്ടി ഉണ്ടെങ്കിൽ ലക്ഷ്മി എന്ന് പേരിടണമെന്നുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ജാതകം നോക്കിയപ്പോൾ അവൾക്ക് എൽ വെച്ചിട്ട് തുടങ്ങാൻ പറ്റില്ല, അങ്ങനെ ഭാഗ്യലക്ഷ്മി പേരിട്ട്, അത് മൂപ്പരന്നെ പേരിട്ടത്. പക്ഷേ ആ ഭാഗ്യലക്ഷ്മി ഞങ്ങളെ ഭാഗ്യം തന്നെയായിരുന്നു. ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ തീർന്നു പോയി അവൾ. അപ്പോൾ അവളെ ഒന്ന് പുറം ലോകം അറിയണം. അവൾ പേരിൽ കുറേ പെൺകുട്ടികൾക്ക് നല്ലത് വരികയാണെങ്കിൽ എന്ന് വെച്ചാൽ അപ്പോൾ ആദ്യം പഠിപ്പിക്കണോ, ഇങ്ങനെ കല്യാണമാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് വിചാരിച്ചു. അങ്ങനെ അതിലോട്ട് വന്നതാണ്. രമേശിനെ വല്ലാതെ മാനസികമായിട്ട് തളർത്തിയിട്ടുള്ള ഒന്ന്, അദ്ദേഹം ഒരു കുട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് വളർത്തിയിരുന്നു. വല്ലാത്ത
ശരിക്കും പറഞ്ഞാൽ ഞാൻ അയാളെ സമ്മതിച്ചിട്ട് ആ കാര്യത്തിൽ തീർത്തും കുഴഞ്ഞു കിടക്കുന്ന ഒരു കുട്ടിയാണ് അദ്ദേഹം സ്വീകരിച്ചത്. പക്ഷെ അതിനെ പൊന്നുമാതിരി നോക്കിയിട്ടുള്ള ഒരാൾ. ശ്രീനാരായണ സെമിനറി ഹാളിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ചൈതന്യ ഹാളുണ്ട്. അത് അവർ പുതുക്കി പണിതപ്പം അതിൻ്റെ ഉദ്ഘാടനം ഞാനായിരുന്നു ചെയ്തത്. രമേശൊക്കെ ഉണ്ട്. രമേശ് അവിടുത്തെ ഡയറക്ടറും കൂടിയാണ്. അപ്പോൾ അന്ന് ഞാൻ അവരോട് പറഞ്ഞിരുന്നു, തീരെ പാവപ്പെട്ട ആളുകൾ വന്ന് ചോദിച്ചാൽ അത് ഫ്രീ ആയിട്ട് കല്യാണം നടത്തി കൊടുക്കണം, സദ്യയും കൊടുക്കണം നിങ്ങൾ തന്നെ. അപ്പോൾ അത് അവർ അന്ന് സമ്മതിച്ചു കൊടുക്കാമെന്ന്. അതിപ്പോൾ ഒന്നും തുടർന്ന് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയുള്ള ഏറ്റവും വലിയ സഹായം നൽകുന്ന രമേശ്. അങ്ങനെ ഒരുപാട് കാര്യത്തിൽ രമേശ് വളരെ, കാരണം രമേശ് പിന്നെ ഒന്നും ആലോചിക്കാനില്ല. ഭാര്യ ലവീനയും തീർത്തും അയാൾക്ക് പറ്റിയൊരു ഭാര്യയാണ്. ഞങ്ങളൊക്കെ എപ്പോഴും പറയാറുണ്ട്, ഞാൻ ആദ്യ കല്യാണത്തിനൊക്കെ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം തന്നെ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരാളെ തന്നെയാണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. കാരണം അങ്ങനെ ഒരു നല്ല യോജിപ്പിൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാതെ. രമേശേട്ടൻ ആരാണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എനിക്കെല്ലാമാണ് രമേശേട്ടൻ എന്നാണ് പറയാൻ പറ്റുക. കാരണം നമ്മളെ ജീവിതത്തിൽ നമ്മളെ ഒരാൾ ചേർത്ത് പിടിക്കാനുണ്ടെങ്കിൽ നമുക്ക് ഏത് മേഖലയിലേക്കും എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരാളെ കണ്ടെത്തുകയും നമ്മളെ ചേർത്ത് പിടിക്കുകയും ചെയ്യുന്ന ഒരു നല്ല മനുഷ്യനാണ് രമേശേട്ടൻ. രമേശേട്ടൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എന്തും ചെന്ന് പറയാം, നമ്മൾ പറയുന്നത് മുഴുവൻ കേൾക്കും, കൃത്യമായ അതിനൊരു മറുപടിയും ഉണ്ടാവും. കാരണം ഏതൊരാളെയും ജീവിതത്തിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് രമേശേട്ടനെ സംബന്ധിച്ചോളം ഒരു വലിയ ലക്ഷ്യം. നമ്മൾ പകച്ചുപോയൊരു സമയത്ത് നമുക്ക് കൈതരാൻ ഒരാളുണ്ടെങ്കിൽ എന്ന് നമ്മൾ കൊതിച്ചു പോകും. ആ സമയത്ത് നമ്മളെയൊക്കെ എന്താ പറയുക കൈപിടിച്ച ഒരാളാണ് രമേശേട്ടൻ. വെറും ഒരു കച്ചവടക്കാരനല്ല രമേശേട്ടൻ. കാരണം തൻ്റെ ലാഭത്തിൻ്റെ ഒരു വലിയ വിഹിതം മറ്റുള്ളവർക്ക് നൽകാൻ വേണ്ടി തയ്യാറാവുന്നു എന്നതാണ്. എന്തൊരു കാര്യം നമുക്ക് ചെന്ന് പറയാം, ഇങ്ങനെ ഒരാളെ നമുക്ക് സഹായിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ അത് ഏൽക്കും. അങ്ങനെ സഹായിക്കുന്ന ഒരു കൂട്ടത്തിലും കൂടിയാണ് രമേശേട്ടൻ. നമ്മളെ ജീവിതത്തിൽ ഇത്രയും കാലം എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പറഞ്ഞ 62 കൊല്ലം കഴിഞ്ഞു ഞാൻ ബേക്കറി ബിസിനസ്സിൽ. ബേക്കറി ബിസിനസ് എന്നല്ല, ഏത് ബിസിനസ് കൊണ്ടു നടക്കണമെങ്കിലും നമ്മളെ കയ്യിൽ വേണ്ടത് ചിരിയാണ്. എൻ്റെ അച്ഛൻ പറയും, ആട്ടിപ്പോകുന്ന കൈ കൊണ്ടൊരു സലാം കൊടുത്താൽ ഒന്നും നഷ്ടപ്പെടാനില്ല എന്ന് പറയുന്നവർ നമ്മൾ ചിരിക്കുക. പരിചയവും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നത് പിന്നെ നമ്മൾ തീരുമാനിക്കുന്നതാണ് എവിടുന്ന പരിചയം എന്താ. പക്ഷെ ഒന്ന് ചിരിച്ചാൽ ഒരു വെൽക്കമായി നമ്മളെ കടയിലേക്ക് നേരെ സ്വീകരിച്ചു നമ്മൾ ഒരു ചിരിയോടും കൂടി. അത് ഏത് കസ്റ്റമറായാലും ശരി നമ്മളൊന്ന് ചിരിച്ച് സ്വീകരിക്കുക എന്ന് പറയുന്നതാണ്. അത് കച്ചവടം കൂട്ടും. ആ ഒരു ചിരിയോടും കൂടി തന്നെ നമ്മളെ ബിസിനസ്സിന് വലിയ ഒരു മുതൽക്കൂട്ടാണ് ഈ ചിരി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ജനങ്ങൾക്ക് കൊടുക്കുന്നത്, നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതിനൊരു സത്യസന്ധത വേണം. ഇപ്പോൾ നിങ്ങളെപ്പോലെയുള്ള ഒരാൾ വന്നിട്ട് എൻ്റെ കടയിൽ നിന്നൊരു സാധനം മേടിച്ചാൽ അത് നിങ്ങൾക്ക് വേണ്ടി മേടിക്കുന്നതല്ല. അത് കണ്ട് കൊള്ളാം, അത് മേടിക്കുക, മോന് കൊടുക്കുക അല്ലെ മോക്ക് കൊടുക്കുക, ആ ഉദ്ദേശത്തിലാണ് നിങ്ങളെല്ലാവരും മേടിക്കുക. നിങ്ങളത് കൊണ്ട് നിങ്ങളെ മക്കൾക്ക് കൊടുക്കുന്നു, മക്കളത് തിന്നുന്നു, കൂട്ടത്തിലൊരു കഷ്ണം നിങ്ങളും തിന്നും. നിങ്ങൾ തിന്നപ്പോൾ അതിനെന്തോ ഒരു അരുചി തോന്നി, അപ്പോൾ നിങ്ങളത് വേണ്ട, അതിനെന്തോ തകരാറുണ്ട് വേണ്ട. പക്ഷേ കുട്ടികളൊന്നും കളയില്ല. അതിന് കുട്ടികൾക്ക് അച്ഛൻ മേടിച്ച് തന്നതാണ്, അത് കളയാൻ പാടില്ല. കുട്ടികൾക്കത് അറിയില്ല അതിന് തകരാറ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതിൽ സത്യസന്ധത കാണിക്കണം, എന്നാലേ നമുക്ക് മുന്നോട്ടുള്ള യാത്ര കിട്ടുള്ളൂ. നമുക്ക് ഇപ്പം എന്നെ ഇവിടെ ഇത്ര ആൾക്കാർ അറിയുന്നതും കാണുന്നതും അല്ല, എന്നെ കോഴിക്കോട്ടുകാർ വളർത്തിയത് ഇതെല്ലാം നമ്മളെ പെരുമാറ്റം, നമ്മളെ ചിരിയ, പിന്നെ നമ്മളെ പ്രോഡക്റ്റിനോടുള്ള നമ്മളെ പ്രോഡക്റ്റ് കഴിച്ച വകയിൽ കിട്ടുന്ന ബഹുമാനമാണ്. നമ്മൾ കൊടുക്കുന്ന സാധനം എത്ര കണ്ട് നല്ലതാണോ അതനുസരിച്ചുള്ള ബഹുമാനം നമുക്ക് കിട്ടും. അത് നമ്മൾ പെരുമാറുന്ന രീതിയാണ് ആരോടാണെങ്കിലും അത് വലിയൊരു സന്തോഷം തരുന്നതാണ് നമ്മളെ ജീവിതത്തിലും മറ്റുള്ളവരുടെ ജീവിതത്തിലും ഒക്കെ. ജീവിതത്തിന്റെ ഉയർച്ച താഴ്ചകൾ നേരിടുമ്പോഴും അച്ഛൻ പറഞ്ഞു തന്ന വാക്കുകൾ അതേപടി പിന്തുടരുകയാണ് MP രമേശ്. വരുന്ന ഉപഭോക്താക്കളെ ചെറുചിരിയോടെ സ്വീകരിക്കുമ്പോഴും അച്ഛൻ ഉരുവിട്ട് തന്ന വാക്കുകൾ അദ്ദേഹം ശിരസാ വഹിക്കുന്നു. വെറുതെ ആട്ടി നടക്കുന്ന കൈകൾ കൊണ്ട് ഒരു സലാം, അത് മതി കച്ചവടക്കാരനും ഉപഭോക്താവും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാകുവാൻ. രമേശ് സാറിൻ്റെ ഡ്രീമാണ് കൊച്ചിൻ ബേക്കറി എന്നും. അതിങ്ങനെ തന്നെ നിലനിന്ന് പോകണം എന്നുള്ളൊരാഗ്രഹമുണ്ട് എന്നും ഇതേ ക്വാളിറ്റിയിൽ. സാമൂഹ്യ സേവനം എന്ന് പറയുന്നതാണ് ബേക്കറി ബിസിനസ്സിനെക്കാട്ടും വലിയതായിട്ട് അദ്ദേഹം മനസ്സിൽ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ഭാര്യയും ചെയ്യുന്ന സാമൂഹ്യ സേവനങ്ങൾ ആരോടും പറയാതെ
വളരെ സൈലൻ്റായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ്. കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ശരിക്കും കോഴിക്കോട്ടുകാരനല്ലാതെ ഇവിടെ വന്ന് താമസിച്ചുകൊണ്ട് ഈ കോഴിക്കോടിൻ്റെ ഹൃദയം ശരിക്കും ഈ ബേക്കറി മേഖലയിൽ പിടിച്ചടക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. അതിനൊരു സംശയവുമില്ല. നമ്മുടെ കേരളീയ സമൂഹം, പ്രത്യേകിച്ച് കോഴിക്കോട് അടയാളപ്പെടുത്തിയത് അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ എന്ന നിലക്കാണ്. കോഴിക്കോടിൻ്റെ സാമൂഹിക സാംസ്കാരിക സേവന രംഗത്ത് വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. കച്ചവടം ചെയ്യുന്നത്, ഓടുന്നത്, കളിക്കുന്നത് ഒക്കെ ഓടുന്നത് ജയിക്കാനാണ്, കളിക്കുന്നതും ജയിക്കാനാണ്. കളി എന്ന് പറഞ്ഞാൽ ജയമാണ്. അത് ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിലാണ് ആ ജയം കിട്ടുള്ളൂ. അപ്പോൾ മറ്റുള്ളവരെ തോൽപ്പിക്കുക, പിടിക്കുക എന്ന് പറയുന്ന ഒന്നല്ല. നമ്മൾ തോക്കാണ്ട് മുന്നോട്ട് പോകണം. അതാണ് നമുക്ക് ആവശ്യം. അതാണ് നമുക്ക് വിജയിക്കാൻ പറ്റുള്ളൂ.